നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് ജൂൾസ് ലോയെ കുറിച്ചാണ്. ജൂൾസ് ലോയിലുള്ള ചില പ്രോബ്ലംസ്, എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻസ് വരുന്നത് എന്നുള്ളൊരു ഭാഗമാണ് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ജൂൾസ് ലോ എന്താണെന്ന് പറയാം. The heat generated in a current carrying conductor is directly proportional to the product of the square of the current I in the conductor, the resistance of the conductor R and the time of flow of current. ഇതാണ് ജൂൾസ് ലോ പറയുന്നത്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ സ്ക്വയറിനോടും ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനോടും അത് കടന്നു പോകാൻ എടുക്കുന്ന സമയത്തിനോടും നേർ അനുപാതത്തിലായിരിക്കും. അതാണ് ജൂൾസ് ലോ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതാണ് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ കടന്നു പോകുന്നതിന്റെ ഹീറ്റ് ജനറേറ്റഡ് എന്ന് പറയുന്നത് proportional to square of the current in the conductor. ആ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ സ്ക്വയർ, അതിന്റെ ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആർ, അതിന്റെ പ്രോഡക്റ്റ്, ആ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറണ്ട് കടന്നു പോകുന്ന ടൈം. ഇതാണ് നമ്മൾ ജൂൾസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ H is equal to I square R T. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ഹീറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I square R T. I for current, R resistance, T time. I യൂണിറ്റ് ആംപിയർ, R റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം, ടൈം നമ്മൾ എന്താ പറയാറ്, സെക്കൻഡ്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ. ഇനി ഇതല്ലാതെ ഏതെല്ലാം ഇക്വേഷൻസ് ഈ ഒരു എച്ചിന് നമുക്ക് കൊടുക്കാം എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു I square RT എന്ന്. I square RT നമുക്കറിയാം, ഓംസ് ലോ പ്രകാരം V is equal to IR. V എന്ന് പറയുന്നത് IR ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. V is equal to IR. വോൾട്ടേജ് is equal to IR. ഇനി ഈ ഇക്വേഷനിൽ നോക്കൂ, I സ്ക്വയർ ഉണ്ടല്ലോ, നമുക്ക് എന്ത് എഴുതാം, I into R into T എന്ന്. അപ്പോ IR എന്ന് പറഞ്ഞാൽ എന്താണ്, V ആണ് അല്ലേ. V is equal to IR നമ്മൾ പറഞ്ഞു. അപ്പോ ഇതിനെ നമ്മൾ ഈ ഒരു IR എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് കിട്ടും, V എന്ന് എഴുതാൻ പറ്റും. അപ്പോ H is equal to പുതിയ ഇക്വേഷൻ കിട്ടി, I V T. നമ്മുടെ പറയാൻ സുഖത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, V I T എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടി. അപ്പൊ റെസിസ്റ്റൻസ് തരാതെ നമുക്ക് വോൾട്ടേജും കറന്റും ടൈമും മാത്രം തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. വോൾട്ടേജ് തരാതെ റെസിസ്റ്റൻസും കറന്റും ടൈമും തന്നാലും നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി ഇല്ലാത്ത ഏതാ, കറണ്ട് തന്നിട്ടില്ല, വോൾട്ടേജും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട് നോക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, അതും കൂടെ വേണമല്ലോ നോക്കാം. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം H is equal to I square R T. ഓക്കേ ആണല്ലോ. അപ്പോ ഇനി നമുക്ക് ഓംസ് ലോ പറഞ്ഞു V is equal to I R. ഇനി I ന്റെ ഇക്വേഷൻ നോക്കാം. I ന്റെ ഇക്വേഷൻ എന്താ, I is equal to, ഈ I നമ്മൾ ഇവിടെ നിർത്തി ഈ R നെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, സമത്തിനപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താവും, ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോ V by R. ഈ V by R എന്നുള്ള ഇതിനെ നമ്മളിവിടെ ഐക്ക് പകരമായിട്ട് കൊടുക്കുകയാണ്. ഈ ഐക്ക് പകരം നമ്മൾ V by R ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്താ വരിക, V by R whole square into RT. എങ്ങനെയാണ് വരിക, V by R whole square into RT. അപ്പൊ എങ്ങനെ വരും, V square by R square into RT എന്നല്ലേ വരിക. അപ്പോ ഇതിൽ ഇതാ ഇവിടെ R into R ഉള്ള R square, ഈ R ഉം ഈ R ഉം എന്ത് ചെയ്തു, കട്ട് ചെയ്തു. അപ്പോൾ ബാക്കി എന്താ, H is equal to V square by R into T.
ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഈ മൂന്ന് ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ ഹീറ്റിന്റെ ഏത് പ്രോബ്ലത്തിലും യൂസ് ചെയ്തിട്ടുണ്ടാവും. h is equal to I square RT, h is equal to V square by R into T, h is equal to VIT. ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് സാധാരണ ഹീറ്റ് കണ്ടെത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള 12th പേജിലെ ഒരു ക്വസ്റ്റ്യൻ. How much will be the heat developed if 0.2 ampere current flows through a conductor of resistance 200 ohm for 5 minutes? അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിലുള്ള ഏതൊക്കെ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തണം. നമ്മോട് തന്നിട്ടുള്ളത് ഒന്ന് തന്നു കറണ്ട് 0.2 ആംപിയർ, 0.2 ആംപിയർ. രണ്ടാമത് തന്നത് റെസിസ്റ്റൻസ് R, റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട് 200 ohm. മൂന്നാമത് തന്നിട്ടുള്ളത് ടൈമാണ്. അപ്പോൾ ടൈം സ്മോൾ t എത്ര തന്നിട്ടുള്ളത് 5 മിനിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. 5 മിനിറ്റ്. നമ്മൾ ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ എല്ലാം ചെയ്യാറുള്ളത് സെക്കൻഡിലാണ് അല്ലേ? നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റണം. 5 into 60 is equal to 300 സെക്കൻഡ്. ഇത്രയും തന്നിട്ടുണ്ട്. നമ്മളെ ഇക്വേഷനെ ഇനി എന്താ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്? h ആണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്, ഹീറ്റ്. അപ്പോൾ h ന്റെ ഇക്വേഷൻ എന്താ? h is equal to I square RT. I തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്. അപ്പോൾ I square, I എന്താ 0.2 സ്ക്വയർ R എത്രയാ into R 200 into T 300. അപ്പോൾ 0.2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.2 into 0.2 ചെയ്യുമ്പോൾ 0.04. 0.2 അങ്ങനെ ചെയ്യാം. 2/10 എന്ന് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. 2/10 ആണെങ്കിൽ എന്തെങ്കിലും ഒരു 4/100 വരും. 2/10 വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. 0.2 എന്ന് പറഞ്ഞാൽ 2/10 ഹോൾ സ്ക്വയർ into 200 into 300, 2 into 3 6. ബാക്കി എത്ര 0 ആണെന്നുള്ളത് കിട്ടും. ഓക്കെ, അത് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ ചെയ്ത് നോക്കാം. അപ്പോൾ 2 സ്ക്വയർ 4 divided by 100 into 60,000. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ അതിൽ നിന്ന് 2 0 പോകും. ബാക്കി 4 into 6 24. ജൂള് നമുക്ക് കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. ഒരു മെത്തേഡ് വെച്ച് നമ്മൾ I square RT എന്ന ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തു. ഇനി അടുത്തൊരു ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ഈ പറയുന്ന വേറെ ഇക്വേഷൻസ് നോക്കാം. എങ്ങനെയാണ്? Let's find out the heat developed in 3 minutes by a device of resistance 920 ohm working under 230 volt. തന്നിരിക്കുന്നത് വോൾട്ടേജ് തന്നിട്ടുണ്ട് 230 വോൾട്ട്. രണ്ടാമത്തെ തന്നത് റെസിസ്റ്റൻസ് 920 ohm. പിന്നെ ടൈം തന്നിട്ടുണ്ട് 3 minutes. ഇതിലേക്കാക്കണം, സെക്കൻഡിലേക്കാക്കണം. 3 into 60 180 സെക്കൻഡ്. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ളത്. ഇതിൽ തന്നിട്ടുള്ളത് VRT ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? H is equal to V square by R into T. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാലോ? ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി വേറെ വേണമെങ്കിൽ നമുക്ക് I square RT യൂസ് ചെയ്യാം. I square RT യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാണണം? I കണ്ടെത്തണം. I കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? V is equal to IR എന്നുള്ള ഇക്വേഷനിൽ I എങ്ങനെ കണ്ടെത്താൻ നോക്കുക? അപ്പോൾ V by R is equal to I കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ I is equal to 230 divided by 920. 23 divided by 92 എന്ന് പറഞ്ഞാൽ
23 എത്ര പ്രാവശ്യം 23 പോകും? ഒറ്റ പ്രാവശ്യം പോകും. അപ്പോൾ 1 ഡിവൈഡ് ബൈ 92 ലോ 92 ല് 23 പ്ലസ് 23 46 46 പ്ലസ് 46 92 അല്ലേ? അപ്പോൾ 4 ടൈംസ് 23 1/4. ഓക്കെ 1/4 എത്രയാ? 0.25 ആംപിയർ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് i സ്ക്വയർ ആക്കി വെച്ചിട്ട് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് വെച്ച് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് i കണ്ടെത്താതെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ v സ്ക്വയർ ബൈ r ഇൻടു t. v സ്ക്വയർ എത്രയാ? 230 സ്ക്വയർ divided by 920 into t 180. ഓക്കെ അടുത്ത പറഞ്ഞ പോലെ 230 divided by 920 into 230 into 180. 230 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/4 കിട്ടും into 230 into 180. ആൻസർ നമുക്ക് 10,350 ജൂൾ എന്നുള്ള ആൻസർ കിട്ടും. ഈ ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ i കണ്ടെത്തിയിട്ട് i സ്ക്വയർ ആക്കി എന്ന ഇക്വേഷനും കൂടെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും രണ്ട് ഇക്വേഷനും കറക്റ്റ് ആണോ എന്ന്. ആ ഇക്വേഷനിൽ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഈ ഹീറ്റ് കണ്ടെത്താനുള്ള വേറൊരു എക്സാമ്പിൾ. ക്വസ്റ്റ്യൻ ഇതാണ്: calculate the heat developed when 3 ampere current flows through an electric iron box designed to work under 230 volt at half an hour. അരമണിക്കൂർ നേരത്തേക്ക് വർക്ക് ചെയ്യുകയാണ്. അതിൽ 230 വോൾട്ട് ആണ് കറണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഏത് തന്നിട്ടില്ല? റെസിസ്റ്റൻസ് തന്നിട്ടില്ല. നമുക്ക് ചെയ്ത് നോക്കാം. തന്നിട്ടുള്ളത് കറണ്ട് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ഏതാ കണ്ടെത്താനുള്ളത്? എച്ച് കണ്ടെത്താം. അപ്പോൾ കറണ്ട് എത്രയാ? 3 ആംപിയർ. കറണ്ട് 3 ആംപിയർ. വോൾട്ടേജ് 230 വോൾട്ട്. ഹാഫ് ഹവർ ആണ്. അപ്പോൾ 30 മിനിറ്റ്സ് ആണ്. 30 into 60 1800 സെക്കൻഡ്. ഓക്കെ ഇനി ഈ ഇക്വേഷനിൽ ഇത് ഏതാണ് നമ്മൾ കൊടുക്കുക? അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ കൊടുക്കുന്നുണ്ട് VIT. ഈ ഇക്വേഷൻ കൊടുത്താൽ പോലെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഐയും ബിയും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് r കാണണം, r കണ്ടെത്തി ചെയ്യണം. വേണ്ട, നമ്മുടെ കയ്യിലുണ്ട് അതിന് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എങ്ങനെ കൊടുക്കും? v എത്രയാ? 230 into i എത്രയാ? 3 into അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് 1 2 4 അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് VIT ആയിരുന്നു. ഇതിന് തൊട്ട് മുമ്പ് ഉപയോഗിച്ചത് v സ്ക്വയർ ബൈ r ഇൻടു t ആണ്. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് i സ്ക്വയർ r t. ഇങ്ങനെ 3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് വ്യത്യസ്ത സമയങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും, ഹീറ്റ് കണ്ടെത്താം.